എല്ലാവരും സഹകരിക്കുക. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരും സഹകരിക്കും. പഞ്ചായത്ത്, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ. എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാർ ഇതിനെ പറ്റിയത്. നമ്മുടെ മക്കൾക്ക് അയ്യേ എന്ന് പറയാനുള്ള മനോഭാവം മാറിപ്പോവുകയാണ്. ചെറിയ തെറ്റുകൾ കണ്ടപ്പോൾ നമ്മുടെ ഭൂതകാലം അയ്യേ എന്ന് പറഞ്ഞ മനോഭാവമാണ് ഇന്നും നമ്മളെയൊക്കെ ഈ കാണുന്ന സാംസ്കാരികമായ ഔന്നത്യത്തിലെത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പം ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ പദ്ധതി ഇഷ്ടമായ ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം തൂഫാൻ പദ്ധതി വന്നതിന് ശേഷം ഒരുപാട് വീഡിയോ ആണ്, ഞെട്ടിക്കുന്ന വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ പിഞ്ചു മക്കൾ ഉൾപ്പെടെ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു മക്കൾ ഉൾപ്പെടെ എത്ര പിള്ളേരാണ് ഇതിനകത്ത് ചെന്ന് വീഴുന്നത് അല്ലേ? ലഹരിക്കും മയക്കുമരുന്നിനും അടിമയായിട്ട് നടക്കുന്നത്. ഇപ്പോൾ അതുപോലൊരു വീഡിയോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോ കൂടെ വെച്ച് തരാം. തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് തൂഫാൻ വാരിയേഴ്സുമായിട്ട് മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ചോറും ബാഗുമായിട്ട് ഇറങ്ങിയിട്ട് ഈ പറയുന്ന മലമുകളിലും കാടുകളിലും പോയിരുന്നിട്ട് മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ച് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലേ? എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അതുപോലൊരു വീഡിയോ ആണ് ഇപ്പം ഇവിടെ കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ മാതാപിതാക്കളുടെ അവസ്ഥ. രാവിലെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി കൊണ്ടുപോകാനെ കൊണ്ട് ആഹാരം തയ്യാറാക്കാനുണ്ട്. 4 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്കറിയാവോ ഇവരെ മക്കളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? എന്തൊരു കഷ്ടമല്ലേ? എന്തായാലും ഇത് നല്ലൊരു പദ്ധതി തന്നെയാണ്. ഇപ്പം തന്നെ ഒരുപാട് കോടിക്കണക്കിന് ലഹരിയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട്. ഓക്കെ, എന്തായാലും ഞാനൊരു വീഡിയോ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ കുട്ടിക്ക് എത്ര വയസ്സ് കാണുമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് കാണുമ്പോഴുള്ളൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയുള്ള ആളുകളുടെ മുഖം കാണിക്കണം, അതാണ് വേണ്ടുന്നത്. മുഖം കാണിച്ച് സമൂഹത്തിൽ ഇങ്ങനെ മയക്കുമരുന്നും ഇതും കൊണ്ട് അഴിഞ്ഞാടി നടക്കുന്ന, അതിന് ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിൽ തന്നെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ഇത് കണ്ടിട്ട് വേറൊരാൾക്ക് ഇത് ചെയ്യുന്ന ആളുകൾക്ക് പേടി തോന്നുകയുള്ളൂ. സമൂഹത്തിന് മുമ്പിൽ കണ്ടോ അതുപോലെ ഞാനും നാണം കെടും എന്നുള്ളൊരു പേടി വേണം. ഓക്കെ, എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കേ. പരിപാടിക്ക് എനിക്ക് മക്കളില്ലേ മക്കൾ മുഖമ്പത്തി പക്ഷെ അവര് മോഹൻലാലിനെ പറയുന്നത് ഓപ്പറേഷൻ തൂഫാൻ ഇവിടെ വായിച്ച് കൊന്നു മതിൽ പൊളിഞ്ഞു പോടാ. എല്ലാരും കൂടി അടിക്കല്ലേ, മരിച്ചു പോയിക്കോന്നു ആയിപ്പോയാ. എല്ലാരും കൂടി അടിക്കലാന്നേ കേട്ടാ.
ഒരു പോലീസുകാരനേ ഉള്ളൂ. എന്താ എല്ലാവരും കൂടി ഓരോന്ന് കിട്ടിയാൽ ബാക്കിയാവില്ല, പിന്നെ അതും കൊണ്ട് കളിക്കേണ്ടി വരും. മുഖമൊന്നും കണ്ടില്ലല്ലോ പെണ്ണിന്റെ. അത് മച്ചനെ കിട്ടിയാ ഓനെ കിട്ടിയാ. കണ്ടില്ലേ, ആ കുട്ടിക്ക് എന്തോ ഒരു പ്രായം കാണും. നോക്കി, മയക്കുമരുന്നിന് അടിമയായിട്ട് പിടിക്കപ്പെട്ടാണ്. കുറ്റ്യാടിയിലാണ് ഈ ഒരു സംഭവം. കുറ്റ്യാടിയിൽ മയക്കുമരുന്നുകളുമായി യുവതിയും യുവാവും പിടിയിൽ. എന്തോ ഒരു വയസ്സ് കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് കാണുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ഇതൊരു പാഠമായിരിക്കണം. അവിടെയുള്ള ജനങ്ങൾ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, പക്ഷെ മുഖം പൊത്തിപ്പിടിച്ച് മറച്ചു കളയുവാണ്. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് നിന്ന് ഉമ്മ പോയിട്ട് മുഖം മാറ്റിക്കളഞ്ഞ് മുഖം കാണിക്കാൻ വേണ്ടിയൊക്കെ പിടിച്ച് മാറ്റി കൈയൊക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ടും ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ടും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനൊക്കെ ഇത്രയും ഇത് കാണിച്ചിട്ട് ഇതിനെതിരെ ഇതിൻ്റെ പിറവേ പോയോണ്ടല്ലേ ഈ ഒരു അവസ്ഥ വന്നത്. ഈ പൊത്തിപ്പിടിച്ച് നിന്ന് നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നത്. എന്നാലോചിച്ച് നോക്കി, ഇത് കാണുന്ന മക്കളും ഇത് കാണുന്ന എല്ലാ ആൺപിള്ളാരും പെൺപിള്ളാരും ഇതൊരു പാഠമായിരിക്കണം. ഇനി ഇത് കാരണം നമുക്കറിയാം, ഇപ്പം ലഹരി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളം മൊത്തവും. ലഹരി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ല. ലഹരി തലയ്ക്ക് മൂത്ത് എന്തൊക്കെ പേക്കൂത്തുകളാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലേ. ഇനി ഞാനിവിടെ അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. ലഹരി മൂത്ത് ലഹരിയുടെ ഉപയോഗം കാരണം എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പുള്ളി തൊപ്പിയുടെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ പുള്ളി പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയല്ലേ. വരും തലമുറ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻസാരി ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. നമ്മുടെ മക്കൾക്ക് അയ്യേ എന്ന് പറയാനുള്ള മനോഭാവം മാറിപ്പോവുകയാണ്. ചെറിയ തെറ്റുകൾ കണ്ടപ്പോൾ നമ്മുടെ ഭൂതകാലം അയ്യേ എന്ന് പറഞ്ഞ മനോഭാവമാണ് ഇന്നും നമ്മളെയൊക്കെ ഈ കാണുന്ന സാംസ്കാരികമായ ഔന്നത്യത്തിൽ എത്തിച്ചത്. എന്നാൽ ഇനി വരാൻ പോകുന്ന തലമുറയിൽ നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കും, എന്ത് പ്രതീക്ഷിക്കും? എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ആർക്കും ഒരു പ്രശ്നവുമില്ല. പറഞ്ഞാൽ ട്രോളപ്പെടും, പരിഹസിക്കപ്പെടും, ചീത്ത വിളിക്കും. അങ്ങനത്തെ ഒരു ഭയവും വേണ്ട. തിന്മയോട് സന്ധിയില്ലാ സമരം നടത്തിയാൽ അതാണ് നിലപാട്, അതാണ് ആദർശം. അവിടെ ആരെന്തു പറയുന്നു എന്നുള്ളതല്ല, നന്മക്കൊപ്പം മാത്രം നിൽക്കണം. അവിടെ ദൈവകൃപയുണ്ടാവും. പ്രിയപ്പെട്ട സതീശൻ സാറേ, ഇനി വരാൻ പോകുന്നൊരു തലമുറ നിർജീവ ഹൃദയങ്ങളുള്ള കേവലം ശരീരങ്ങളായി മാറും. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പ്രതിഭ ഉണ്ടാക്കാൻ കഴിയാതെ വരും. നമുക്കിനി ഒരു കലാമിനെ വേണം. നമുക്കിനിയും പ്രതിഭാനിരതരായ അനേകായിരം മനുഷ്യർ വേണം. നമ്മുടെ രാജ്യം വികസിക്കണം, നമ്മുടെ സമൂഹം പ്രബുദ്ധമാകണം. എങ്ങനെയാവും എൻ്റെ പ്രിയപ്പെട്ട സാറേ? തുണി ഉരിഞ്ഞ സമൂഹത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഇത്തരം തെമ്മാടികളെ കണ്ടിട്ട് ഇങ്ങനെയെങ്കിലും വൈറലാകാമെന്ന് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തുണിയില്ലാത്ത മനുഷ്യന്മാരുടെ പ്രഹേളികയല്ലേ നമ്മുടെ നാട്ടിലുണ്ടാകുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗവൺമെൻറ്റിനോട് പറയുകയാണ്, ഇത്തരം ആളുകളെ പൂട്ടാൻ നിങ്ങൾ സന്നദ്ധമായില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയുടെ അവസ്ഥ കണ്ടറിയണം. ഇനി എൻ്റെ പുതിയ തലമുറയിൽ യുവാക്കളോട് പറയണം, മക്കളെ ഒരിക്കലും ഇതൊന്നും അനുകരിക്കരുത്, ഇതൊന്നും ഒരിക്കലും ആസ്വദിക്കരുത്. നിങ്ങൾക്ക് തെറ്റിനോടുള്ള ഗൗരവം കുറഞ്ഞാൽ നിങ്ങൾ നിർജീവങ്ങളായ ഹൃദയമായി മാറിപ്പോകും. നമ്മൾ പഠിക്കണം, അധ്വാനിക്കണം, എഫോർട്ട് എടുക്കണം, ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കണം. അങ്ങനെ കിട്ടുന്ന ഏതൊരു സ്ഥാനത്തിനും മാന്യതയുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അല്ലാത്തതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യത്തോടു കൂടി ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതൊക്കെ ലഹരിയുടെ ഉപയോഗം കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ്. ലഹരിയാണ് ഇതിൻ്റെയൊക്കെ എല്ലാത്തിനും കാരണം. ലഹരിയാണ്. ഈ ലഹരി നിന്നാൽ മാത്രമേ, നിർത്തിയാൽ മാത്രമേ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും വളർന്നു വരുന്ന തലമുറയും നന്നാവത്തുള്ളൂ. ഇനി ഞാനിവിടെ ലാലേട്ടൻ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. ലാലേട്ടൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതിയിരിക്കുന്ന കാര്യം, ലഹരി മാഫിയയുടെ വേരറക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിൽ നമുക്ക് പങ്കാളിയാകാം. തൂഫാൻ വാരിയറായി ഞാനും കേരളത്തിൻ്റെ ഈ വലിയ പോരാട്ടത്തിൽ അണിചേരുന്നു. ഇപ്പോൾ ലാലേട്ടൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തൂഫാൻ വാരിയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ ഞാനിവിടെ ഒന്ന് വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതേപോലെ ഇത് ഞങ്ങളൊരു ആരംഭശൂരത്വം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഫോളോ അപ്പ് വേണം. കേരള പോലീസിന്റെ ഒരു വിഗറസ് ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറ്റുകയാണ്. അതെ.
കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ, പിന്നെ ഡ്രഗ്സ്. അപ്പൊ അത് തടയാൻ പോലീസ് തന്നെ സജീവമായി എന്നുള്ളതാണ്. എല്ലാവരും സഹകരിക്കുക, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും സഹകരിക്കുന്നു. പഞ്ചായത്ത്, സാമൂഹിക പ്രവർത്തകര്, രാഷ്ട്രീയ നേതാക്കൾ, ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാർ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ അങ്ങയുടെ മന്ത്രിസഭയ്ക്ക് വളരെയധികം നന്ദി പറയാം. ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കാം, സ്കൂൾ കുട്ടികളെ രക്ഷിക്കാം. നർക്കോട്ടിക് ബിസിനസ് വളരെ വലിയൊരു അതിൽ ഒരു വർഷമായിട്ട് ഞങ്ങള് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആയിട്ട് എന്റെ ഫാദറിന്റെ മദറിന്റെ പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തു. നമുക്ക് തന്നെ ഒരു 10-16 കുട്ടികൾ ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്പാർക്കാണ് ഇതിന് സ്പാർക്ക് ഇത് തൂഫാനായിട്ട് മാറട്ടെ. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന എപ്പോഴെങ്കിലും സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് ആണ്. എപ്പോഴെങ്കിലും തീർച്ചയായും അതിനകത്തൊരു ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേരള പോലീസുമായിട്ട് ചേർന്നിട്ട് എന്ത് രീതിയിലുള്ള പിന്നെ സഹായം തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ആ വാചകം തന്നെ എല്ലാവരും ഇപ്പം ഞങ്ങൾ എല്ലാ സ്കൂളുകളിലേക്കും എത്തുകയാണ്, അതുപോലെ കോളേജുകളിലേക്ക് എത്തും, ഹോസ്റ്റലുകളിലേക്ക് എത്തും. എല്ലാ സ്ഥലങ്ങളിലും ഇത് പോലീസ് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്. തുഫാൻ വാരിയേഴ്സ് എല്ലായിടത്തും ഉണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ കോർഡിനേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ പുട്ട വിമലാദിത്യ. So all the best, sir. It's a great movement. With all the support, actually, we should be able to take it forward to entire place, not only in Kerala, entire region, so that it can be taken out from the roots. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ DGPമാരും കൂടി യോഗം വിളിക്കും. IB, കസ്റ്റംസ്, പിന്നെ എയർഫോഴ്സ്, CRPF, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, മാരിടൈം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു യോഗമുണ്ട്. അപ്പം അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയാണിത്. ഏറ്റവും കൂടുതൽ ട്രെയിനിലൂടെ അല്ലേ, ട്രെയിൻ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ. അപ്പം അങ്ങനെയുള്ള അതിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കാനുള്ള പരിപാടികളാണ്. ഒരു ഇന്റർ ഏജൻസി, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ, ഇന്റർ സ്റ്റേറ്റ്, ഇന്റർനാഷണൽ കോഓപ്പറേഷനോടുകൂടി നമ്മുടെ ഒരു കോംപ്രഹെൻസീവ് പദ്ധതി. ഹൈ ടൈം ടു ഡു ഇറ്റ് ഓൾസോ. അതെ അതെ, അത് ഇനിയും കൈവിട്ടു പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കൽ കൂടെ സാർ നിങ്ങളുടെ പുതിയ മിനിസ്ട്രിക്കും അങ്ങേക്കും സ്പെഷ്യൽ താങ്ക്സ്, ഈവൻ പോലീസിനും. ഇതൊരു വലിയ മൂവ്മെന്റ്. അതെ, അങ്ങ് പറഞ്ഞ പോലെ ഇത് ഞങ്ങളൊരു ആരംഭ ശൂരത്വം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഫോളോ അപ്പ് വേണം. കേരള പോലീസിന്റെ ഒരു വിഗറസ് ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറ്റുക. എന്നത്തെയും നിത്യഹരിത നായകനായ മോഹൻലാൽ ഞങ്ങളുടെ ഒരു തൂഫാൻ വാരിയർ ആകണം. ഞാൻ ഓൾറെഡി ആണല്ലോ സാർ, പിന്നെ തീർച്ചയായും. താങ്ക് യു. ഡെഫിനറ്റ്ലി. From the heart, I'm also a Tufan warrior. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പുറത്ത് കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ സിനിമ ഇൻഡസ്ട്രിയിലാണ്. ആദ്യം ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ലഹരി തുടച്ചു നീക്കുക, അതാണ് വേണ്ടുന്നത്. അവിടെ നിന്നാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ലഹരികൾ വരുന്നതും വന്നു മറിയുന്നതും. പിന്നെ അവിടെ നിന്നൊക്കെയാണിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തോട്ടൊക്കെ വ്യാപിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞിട്ടുള്ള ലഹരി ഉപയോഗം തുടച്ച് വൃത്തിയാക്കി എടുക്കുക. എന്തായാലും ലാലേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന്. ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയെന്നാണ് ലാലേട്ടൻ പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുക. കാരണം നമ്മളെ മക്കളെ, കാരണം നമ്മളെ കുടുംബത്തിനെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക. കാരണം എത്ര കുടുംബങ്ങളാണ് ഈ ലഹരിയുടെ ഉപയോഗം കാരണം നശിച്ച് നാറാണക്കല്ലായി പോയിട്ടുള്ളത് അല്ലേ. എത്ര മക്കളാണ് നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല നല്ല ഉയരങ്ങളിൽ എത്തപ്പെടേണ്ട എത്ര മക്കളാണ് ഈ ലഹരിയുടെ ഉപയോഗം കാരണം നശിച്ച് നാറായണക്കല്ലെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.